ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരായ ഹർജികൾ തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. 2 ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുണ്ട്. ബാലഗോപാൽ, കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ തൽക്കാല സമയമില്ല എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും കോടതിയുടെ ഒരു സജീവ ശ്രദ്ധയിലേക്ക് വരികയാണ് ഈ സംഭവം, അല്ലേ? തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ 2 ഹർജികൾ പരിഗണിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ഹർജികളാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 20-ാം തീയതി ഡൽഹിയിലെ ജന്തർ മന്ദറിനും സമീപത്തും പെൺകുട്ടികൾക്ക് ഉൾപ്പെടെയുള്ള സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജികൾ അടിയന്തരമായി കേൾക്കണമെന്ന് ഇന്ന് മുതിർന്ന അഭിഭാഷകരായ ശ്യാം ദിവാനും ഗോപാൽ ശങ്കരനാരായണനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനോട് ആവശ്യപ്പെടുകയാണുണ്ടായത്. തുടർന്നാണ് തിങ്കളാഴ്ച, അതായത് നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്, അതിൻ്റെ അടുത്ത പ്രവൃത്തി ദിവസമായ തിങ്കളാഴ്ച തന്നെ ഈ ഹർജികൾ പരിഗണിക്കുവാൻ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഒരു അഭിഭാഷകൻ ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിലുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ചീഫ് ജസ്റ്റിസ് അതിന് തയ്യാറായില്ല എന്നത് വലിയ വിവാദമായിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ട് സമയം കളയാനില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിരുന്നു. അതിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്നൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ അഭിഭാഷകൻ ഹർജി പോലും ഫയൽ ചെയ്യാതെയാണ് തൻ്റെ മുമ്പാകെ വന്ന ആ അഭ്യർത്ഥന നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഒരു ലെറ്റർ പെറ്റീഷൻ മാത്രമാണ്, ഒരു നിവേദനമായിരുന്നു തനിക്ക് ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തനിക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇന്ന് രാവിലെ ചോദിച്ചിരുന്നത്. ഏതായാലും നിർണായകമായ 2 ഹർജികൾ, ഡൽഹി പോലീസിനെതിരായ 2 ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കുവാനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.